നമസ്കാരം. ലോകം ഉറ്റുനോക്കിയ ഒരു തിരിച്ചടി. ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ ടെൽ അവീവിനെ വിറപ്പിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ പതിച്ചിരിക്കുന്നു. ഇത് കേവലം മിസൈലുകളല്ല, മറിച്ച് ഇസ്രയേലിന്റെ പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ക്ലസ്റ്റർ മ്യൂണിഷനുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഇത്തവണ പ്രഹരിച്ചത്. വെറും ഒരു ആക്രമണമെന്ന് ഒരുപക്ഷെ അമേരിക്ക പറഞ്ഞേക്കാം. എന്നാൽ ഇത് ഇറാന്റെ പുതിയ സൈനിക വിളംബരം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മറുതന്ത്രമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രയേലിന്റെ ഹൃദയഭാഗത്തേക്ക് മാരകമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ടെൽ അവീവിന് തൊട്ടടുത്തുള്ള ബെനേബ്രാക്കിലും പരിസര പ്രദേശങ്ങളിലും ഇറാൻ നടത്തിയ ക്ലസ്റ്റർ മ്യൂണിഷൻ പ്രഹരം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇസ്രയേലിലെ ഏറ്റവും തിരക്കേറിയതും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്നതുമായ മധ്യമേഖലയെ ലക്ഷ്യം വെച്ചായിരുന്നു ഇറാന്റെ നീക്കം. ബെനേബ്രാക്കിലെ ജനവാസ മേഖലയിൽ പതിച്ച മിസൈലുകൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ബഹുനില കെട്ടിടം പൂർണ്ണമായും തകരുകയും 12ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ ഒരു യുവാവിന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുട്ടികളടക്കം നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണ്. ബെനേബ്രാക്കിന് പുറമെ പെറ്റാത്തിക്വ, റോഷ്ഹായിൻ എന്നീ നഗരങ്ങളിലും മിസൈൽ അവശിഷ്ടങ്ങളും ശ്രാനലുകളും പതിച്ചു. വാഹനങ്ങൾക്കും വീടുകൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ അടിയന്തര രക്ഷാസേനയായ മകൻ ഡേവിഡ് അഡോം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതിനിടെ എന്തുകൊണ്ടാണ് ഇറാൻ ഇത്തവണ ക്ലസ്റ്റർ ബോംബുകൾ തെരഞ്ഞെടുത്തത് എന്നത് സൈനിക നിരീക്ഷകർ ഗൗരവത്തോടെ കാണുന്നുണ്ട്. ഇസ്രയേലിന്റെ വിഖ്യാതമായ അയൺ ഡോം ഡേവിഡ് സ്ലിംഗ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ക്ലസ്റ്റർ മിസൈലുകൾക്ക് സാധിക്കുമെന്നത് ഇറാൻ തിരിച്ചറിഞ്ഞെടുത്താണ് ഇസ്രയേലിന്റെ പരാജയം ഒളിച്ചു കിടക്കുന്നത്. ഒരു സാധാരണ മിസൈൽ അന്തരീക്ഷത്തിൽ വെച്ച് തകർക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എളുപ്പമാണ്. എന്നാൽ ക്ലസ്റ്റർ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടടുത്ത് വെച്ച് സബ് മ്യൂണിഷനുകളായി വേർപിരിയുന്നു. ഇത്രയധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം തടയിക്കുന്നത് ലോകത്തിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും അസാധ്യമാണ്. ഇറാന്റെ ഈ നീക്കം ഇസ്രയേലിന്റെ ആകാശ സുരക്ഷാ കവചങ്ങൾ സുരക്ഷിതമല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഇറാന്റെ ഈ ഒരു ആക്രമണം വെറും ഒരു പ്രകോപനമല്ല, മറിച്ച് ദീർഘകാലമായി തുടരുന്ന ഇസ്രയേലിന്റെ കടന്നുകയറ്റങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായാണ് അനുകൂലികൾ ഇതിനെ കാണുന്നത്. തങ്ങളുടെ സൈനിക ശേഷി കേവലം വാചകക്കസർത്തല്ലെന്നും ഇസ്രയേലിന്റെ ഏതു ഭാഗത്തും ഏത് സമയത്തും തങ്ങൾക്ക് പ്രഹരിക്കാൻ കഴിയുമെന്നും ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ആക്രമണം നടന്ന നഗരങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള പരിഭ്രാന്തിയാണ് നിലനിൽക്കുന്നത്. പതിറ്റാണ്ടുകളായി യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇറാന്റെ നേരിട്ടുള്ള പ്രഹരം ജനതയെ ഭയപ്പെടുത്തുകയാണ്. പരിക്കേറ്റവരിൽ കുട്ടികളും ഉൾപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നിയമപരമായ പ്രതിരോധം മാത്രമാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ആക്രമണത്തെ അപലപിക്കുമ്പോഴും ഇസ്രയേൽ നേരത്തെ നടത്തിയ പ്രകോപനങ്ങളാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അതിന് കാരണം അമേരിക്ക തന്നെ എറിഞ്ഞുകൊടുത്തിട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒരു ഉടമ്പടി സാധ്യതയുണ്ടെന്ന ശുഭാപ്തി വിശ്വാസം മാർച്ച് 21 പ്രകടിപ്പിച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതായും സൂചനകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ചില രഹസ്യ സഹകരണങ്ങൾ നടന്നതായി ഇറാനിയൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ചില നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരുമായി ചർച്ചയ്ക്ക് താൽപ്പര്യമില്ലെന്നും പകരം വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ഇടപഴകാനാണ് ഇറാൻ താൽപര്യപ്പെടുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് ഇറാന്റെ നയതന്ത്രപരമായ തെരഞ്ഞെടുപ്പിനെയാണ് വ്യക്തമാക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സുസ്ഥിരമായ നിർദ്ദേശങ്ങൾ കേൾക്കാൻ ഇറാൻ തയ്യാറാണെന്നത് ശുഭസൂചനയാണ്. ഈ ആഴ്ച അവസാനം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോഴും അമേരിക്കയുമായുള്ള നേരിട്ടുള്ള സംഭാഷണങ്ങളെ പരസ്യമായി നിഷേധിക്കുന്നത് നയതന്ത്രത്തിലെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട എണ്ണവാതക മേഖലയിലെ ചില സൗഹൃദപരമായ നീക്കങ്ങളെക്കുറിച്ച് ട്രംപ് സൂചിപ്പിച്ചു. ലോകത്തെ പ്രധാന എണ്ണപാതയായ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീങ്ങുന്നത് ആഗോള സാമ്പത്തിക രംഗത്തിന് വലിയ ആശ്വാസമാകും. കടലിടുക്ക് അടച്ചിടുന്നത് എല്ലാ രാജ്യങ്ങൾക്കുമെതിരെയുള്ള സാമ്പത്തിക ഭീകരത ആണെന്നാണ് UAE ഉൾപ്പെടെയുള്ള മേഖലയിലെ രാജ്യങ്ങളുടെ നിലപാട്. ഇതിനിടയിലും സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കുകയാണ്. 82ാമത് എയർബോൺ ഡിവിഷനിലെ 1000ഓളം സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് ഉടൻ അയക്കും. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 290ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. സൈനിക സമ്മർദ്ദവും നയതന്ത്ര ചർച്ചകളും ഒരേ സമയം കൊണ്ടുപോകാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇറാൻ അലി ലാരിജാനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് IRGC വെറ്ററൻ മുഹമ്മദ് ബാഗർ സോൾഗാദറിനെ പുതിയ സുരക്ഷാ മേധാവിയായി നിയമിച്ചത്. പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിയുടെ വിശ്വസ്തനായ സോൾഗാദറിന്റെ വരവ് ഇറാൻ ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയിലും പ്രതിരോധത്തിലും കൂടുതൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ
ലക്ഷണമാണ്. മേഖലയിലെ മറ്റൊരു പ്രധാന ശക്തിയായ ഇസ്രയേൽ തങ്ങളുടെ റിസർവ് സൈനികരുടെ എണ്ണം 4 ലക്ഷമായി ഉയർത്തി സൈനിക സന്നാഹം വിപുലീകരിച്ചു. ഇസ്രയേലിന്റെ ഈ നീക്കങ്ങൾ മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്നു. ഊർജ്ജ പ്രതിസന്ധി ലോകരാജ്യങ്ങളെ വൻതോതിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫിലിപ്പീൻസ് ഇതിനകം തന്നെ ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദക്ഷിണ കൊറിയ തങ്ങളുടെ പെട്രോ കെമിക്കൽ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. യുദ്ധം നീണ്ടുപോയാൽ ലോകം വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുമെന്ന ഭീതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങളുമായി സജീവമായ രംഗത്തുണ്ട്. മിഡിൽ ഈസ്റ്റ് ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് സൈനിക നീക്കങ്ങളും മിസൈൽ ആക്രമണങ്ങളും തുടരുമ്പോൾ മറുവശത്ത് സമാധാനത്തിനായുള്ള രഹസ്യ ചർച്ചകൾ നടക്കുകയാണ്. ഇറാന്റെ പ്രതിരോധ വീര്യവും അമേരിക്കയുടെ തന്ത്രപരമായ നീക്കങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ലോക സമാധാനത്തിന് നിർണായകമാകും.